ആരുടെയെങ്കിലും വായിലേക്ക് ബീഫ് ഇടിച്ചു കയറ്റുന്നതാണ് കേരള സ്റ്റോറി എന്ന് ഏതെങ്കിലും ഇഡിയറ്റ് എവിടെങ്കിലും നിന്ന് പറഞ്ഞാൽ മലയാളികൾ അത് പുച്ഛിച്ച് തള്ളും. എന്നാൽ മറിച്ചൊരു കേരള സ്റ്റോറി ഉണ്ട്. എന്തെന്നറിയോ? കേരളത്തിൻ്റെ ജാതകം തിരുത്തി എഴുതിയ മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവഗിരി തീർത്ഥാടനത്തിൽ ദൈവദശകം പാടാനായി മഠാധിപതി സ്വാമിജി ക്ഷണിച്ചത് കരുനാഗപ്പള്ളിക്കാരിയായ അഷ്ഫിയ അൻവറിനെയാണ്. അവിടെ പോയി അഷ്ഫിയ നിറഞ്ഞു പാടി. കേരളം അതോർത്ത് കൈയടിച്ചു. ആ മകളെ, ആ ക്ഷണിച്ച മനസ്സിനെ, ആ എത്തിച്ചേർന്ന സ്ഥലത്തിനെയൊക്കെ കേരളം ഇന്നും മാറോട് ചേർക്കുന്നുണ്ട്. അതാണ് കേരള സ്റ്റോറി. അത് തന്നെയാണ് കേരള സ്റ്റോറി. അഷ്ഫിയ എന്നോടൊപ്പം സംസാരിക്കുന്നുണ്ട്. കേൾക്കാം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്കെ ഒരാവിവൻ തോണി, നിൻ പാദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളോടും ഇയാൾ മക്കാനഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി മക്കാനഗരമേ കരയൂ. മുഴുതടൽ കളം തന്നിൽ മലിക്കത്തിനിടം മുന്നിൽ അരുൾപ്പടയ തൃപ്പം ചിണ്ടാനേ, മുഴുതടൽ കളം തന്നിൽ മലിക്കത്തിനിടം മുന്നിൽ അരുൾപ്പടയ തൃപ്പം ചിണ്ടാനേ. ഈ മനോഹരമായ പൂമ്പാറ്റ പറന്നു പോകുന്നതിന് മുമ്പ്, അതിന് മുൻപായി ഈ പ്യൂപ്പ, ലാർവ എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിലൂടെ രൂപപ്പെട്ടാണ് പിന്നീട് ഒരു പൂമ്പാറ്റയായി മാറുന്നത്. പ്രതിഭകൾ ജനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ സാധാരണക്കാരുടെ ഗ്രാമങ്ങളിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ കൺമുന്നിലൂടെ വളർന്നു വന്നൊരു മകളാണ് അഷ്ഫിയ അൻവർ. ഇന്ന് അങ്ങനെ പറയുന്നതിനേക്കാൾ ഏറെ അഭിമാനം ഈ സംസ്ഥാനത്താകെ ശ്രദ്ധേയമായ വളരെ ചെറിയ ചില വരികളിലൂടെ, പക്ഷേ ആ വരികൾ നൽകിയ സന്ദേശത്തിലൂടെയൊക്കെ കേരളമാകെ ചർച്ച ചെയ്ത പേരുകളിലൊന്നായി അഷ്ഫിയ അൻവർ മാറുകയുണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് റിയാദിലെ നന്മ കൂട്ടായ്മയുടെ നന്മോത്സവത്തിലുണ്ടായിരുന്നു. തിരക്കുകൾക്കിടയിൽ ഈ സംഭവബഹുലമായ യാത്രയൊക്കെ കഴിഞ്ഞ് എനിക്ക് കാണാൻ പറ്റിയത് യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിലാണ്. അപ്പോൾ ഞാൻ അഷ്ഫിയയോട് പറഞ്ഞിരുന്നു, നമുക്ക് വർത്തമാനം പറയാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈപിടിച്ച് ഉയർത്തേണ്ട, പ്രാർത്ഥിച്ച് പിന്തുണ നൽകേണ്ട, അല്ലെങ്കിൽ ഒപ്പം നിന്ന് കരുത്താകേണ്ട ഇത്തരം പ്രതിഭകളൊക്കെയും സമൂഹത്തിൻ്റെ, അതുപോലെ തന്നെ നാടിൻ്റെ ആകെയും ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവിയുടെ നിലപാടുകളുടെ, കലയുടെ, സംഗീതത്തിൻ്റെയൊക്കെ ലോകത്ത് വളരെ വേർതിരിച്ച് അറിയേണ്ടവരും അറിയപ്പെടേണ്ടവരുമാണ്. അഷ്ഫിയ, സ്വാഗതം. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായ. പിന്നെ നമുക്ക് ഈ പറയുന്ന ശ്രദ്ധേയമായ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് അഷ്ഫിയ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? ഞാൻ BA മ്യൂസിക് സ്വാതി ട്രിവാൻഡ്രം കോളേജിൽ പഠിക്കുന്നു. മ്യൂസിക് കോളേജിൽ പഠിക്കുകയാണ്. അതെ. വേറെ എനിക്കറിയാമെങ്കിലും ആളുകളോട് ചോദിക്കാൻ വേണ്ടി പറയുന്നു, കുടുംബ പാരമ്പര്യത്തിൽ എവിടെയും ശാസ്ത്രികളും ഭാഗവതരും സംഗീതവും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ എവിടെയെങ്കിലുമൊക്കെ പാട്ടുകാരുണ്ടായിരുന്നു? വാപ്പി പാടുമായിരുന്നു ചെറുതായിട്ടൊക്കെ. പിന്നെ വേറെ ആരും അങ്ങനെ പാടുന്നില്ല. അനിയന്മാരൊക്കെ പാടും. എന്നു മുതലാണ് ഇങ്ങനെ ഒരു 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 പാട്ട് പാടാൻ എനിക്ക് കഴിയും എന്നൊരു ചിന്തയിലേക്കൊക്കെ വന്നു തുടങ്ങി? അത് ശരിക്കും വാപ്പി ഉമ്മയും തന്നെയാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കൊച്ചിലെ പാടുമായിരുന്നു. കൊച്ചിലെ ഓരോരോ കൊച്ചു കൊച്ചു സ്റ്റേജസിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി പാടിക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ പാടി പാടി ഇപ്പോൾ ഇങ്ങനെ ഒരു നിലയിലെത്തി. അതിലേറ്റവും ഈ പറയുന്ന ശ്രദ്ധേയമായി വന്ന ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ ശിവഗിരിയിലെ അവിടുത്തെ വാർഷിക സമ്മേളനത്തിന്, ആ വലിയ മഹാസമ്മേളനത്തിൽ വെച്ചാണ്
ദൈവദശകത്തിലെ വരികൾ പാടിയപ്പോഴാണ് അത് വളരെ ശ്രദ്ധേയമായി മാറിയത്. അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒക്കെയായി വന്നത്. യഥാർത്ഥത്തിൽ ഈ ദൈവദശകം ആദ്യമായി ആ വേദിയിലാണോ പാടുന്നത്? അല്ലല്ല, ഞാൻ വാപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് പാടിയത്. അത് എടുത്ത് FBയിൽ കരുനാഗപ്പള്ളി.com എന്ന് പറയുന്ന FB പേജ് എടുത്ത് വൈറലായി. അങ്ങനെയാണ് പിന്നെ ശിവഗിരിയിലേക്ക്, അതിന് മുന്നേ കാട്ടിലമ്പലത്തിലായിരുന്നു പാടിയത്. അവിടെ വെച്ച് ശുഭാകാനന്ദ സ്വാമി എന്ന് പറയുന്ന സ്വാമി ഉണ്ടായിരുന്നു, വർക്കല ശിവഗിരിയിലെ സ്വാമിയാണ്. അപ്പോൾ സ്വാമി നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നേരെ ശിവഗിരിയിലേക്ക് എനിക്ക് അവസരം തന്നത്. അവിടെ ചെല്ലാൻ പറഞ്ഞത് സ്വാമിയാണ് ക്ഷണിച്ചത്. ഈ പിന്നെ വാപ്പിയുടെ സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ വേദിയിലാണ് ആദ്യമായിട്ട് ഈ പാട്ട് പാടുന്നത്. വാപ്പയുടെ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ വേദിയിലാണ് ഈ ഈ ഈ പാട്ട് പാടുമ്പോൾ ഈ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സംഗീത കോളേജിൽ പഠിക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തിയപ്പോൾ ഈ ഗുരുദേവനെക്കുറിച്ച് ശരിക്കും അശ്ഫിയ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതോ വെറുതെ ഒരു പാട്ടിന് വേണ്ടി അങ്ങ് പാടിയെന്നേ ഉള്ളൂ? ഞാൻ ആദ്യം ഇത് ഒന്നും അങ്ങനെ ആഴത്തിൽ അറിയാൻ ശ്രമിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ കുറച്ചുകൂടെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി കുറച്ചുകൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തിരച്ചിലുകൾ നടത്തിയിരുന്നു. അങ്ങനെ ഞാൻ ഗുരുവിനെ പറ്റി ഒരുപാട് ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത സമയത്താണ് ഞാൻ ഗുരുവിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പഠിച്ചു വരികയാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ലൊരു നവോത്ഥാന നായകൻ തന്നെയാണ്. നമ്മൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള, യഥാർത്ഥത്തിൽ ഇപ്പോൾ അശ്ഫിയയുടെ ഈ ഗാനം വൈറലാകുന്നത് തന്നെ ഈ പറഞ്ഞ ഗുരുദേവ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സുകൾ അകന്നു പോയതുകൊണ്ടാണ്. അശ്ഫിയ ഈ പാട്ട് പാടിയപ്പോൾ അതാണ് ഈ ദൈവദശകത്തിന് അത്രയും പ്രാധാന്യം വന്നത്. അതായത് അശ്ഫിയ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഗുരുദേവ ദർശനത്തിൽ നിന്ന് ഈ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് പറയുന്ന ഒരു ആശയത്തിൽ നിൽക്കുന്ന കേരളമായിരുന്നെങ്കിൽ ഈ പാട്ടിന് അത്തരം ഒരു മാനം വരില്ലായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മനസ്സുകൾ അങ്ങനെ വല്ലാണ്ട് മാറി സഞ്ചരിച്ചപ്പോഴാണ് ഈ പാട്ട് അശ്ഫിയ പാടിയപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം, ഒരു ഗുരുവിൻ്റെ സന്ദേശം കൂടി അതിൽ ഏറ്റവും പ്രസക്തമായി വന്നത്. സ്വാഭാവികമായി നമ്മുടെ പ്രേക്ഷകർക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവും അന്ന് പാടിയ പാട്ട്. പാടിയാൽ കൊള്ളാം, പാടുന്നു. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ദിക്കേ ഒരാവിവൻ തോണി നിൻ പാദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളോടും ഇയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും
മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതു മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങോ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും നിന്മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം സുഖം വാഴണം സുഖം. ഗുഡ്, കൺഗ്രാറ്റ്സ്. ഞാൻ സത്യത്തിൽ ഈ നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഗുരുവായൂർ നടയിലെ പാട്ടുകൾ, അതുപോലെ ശബരിമലയിലെ നട തുറക്കുമ്പോഴുള്ള ഗാനമൊക്കെ നമ്മുടെ ദാസേട്ടനാണ് പാടിയത്. അതായത് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ പാടിയ, ചിലപ്പോൾ യൂസുഫ് അലി കേച്ചേരി എഴുതിയ കീർത്തനങ്ങൾ ഈ പറയുന്ന ദൈവിക വചനങ്ങളായി ഗാനങ്ങളായി പലയിടത്തും ഉപയോഗിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഞാൻ പലപ്പോഴും ഇത് ഇത്ര മധുരമായി മനോഹരമായി ഇങ്ങനെ പാടി ഞാനങ്ങനെ പൂർണ്ണമായും ഇത് കേട്ടിട്ടില്ല. പലപ്പോഴും ഇത് ആശയങ്ങൾക്ക് വേണ്ടി നമ്മളിത് പഠിക്കാൻ, ഇപ്പം അന്നവസ്ത്രം മുട്ടാതെ തന്നു രക്ഷിപ്പു ഞങ്ങളെ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ പ്രസംഗത്തിൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും അത് വളരെ മനോഹരമായി പാടുകയുണ്ടായി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഈ കിട്ടിയ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കിട്ടിയ ഒരു പ്രതികരണം, അശ്ഫിയയ്ക്ക് അത് എങ്ങനെയാണ് അതൊരു പ്രചോദനമായി തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനെ സംബന്ധിച്ചൊരു ഫീൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. കാരണം ഇതൊരു സർവ്വമത പ്രാർത്ഥനയാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ 10 ശ്ലോകങ്ങളുള്ളൊരു കൃതിയാണ്. അതുപോലെ തന്നെ ഒരു ലളിതമായിട്ടുള്ളൊരു പ്രാർത്ഥനയും കൂടിയാണ്. ഇത് സർവ്വമത പ്രാർത്ഥന ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റും. ഇതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഇത് പാടിക്കഴിഞ്ഞു വേദിയിലോ അല്ലെങ്കിൽ അന്നുണ്ടായ പ്രതികരണം എന്തായിരുന്നു? എല്ലാവരും ഒരുപാട് ആശംസകൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് തന്നെ അർത്ഥം അറിഞ്ഞ് പാടി എന്നൊക്കെ. ഞാൻ കൂടുതൽ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ എത്രത്തിൽ ഇത് ഒരുപാട് ആഴമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഈ പറയുന്ന ഇപ്പം ഇങ്ങനെ പാടിയ ഇത്തരം സംഗതികളെ സംബന്ധിച്ച് ഈ വേറെന്തെങ്കിലും ഇതുപോലെയുള്ള പാട്ടുകൾക്ക് അശ്വിയ തയ്യാറെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസിലുണ്ടോ, അങ്ങനെ വേറെന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇത്തരം ഒരു പാട്ടിന് കിട്ടിയ ഒരു സ്വീകാര്യത കണക്കിലെടുത്ത് അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതിയും എല്ലാ മതവും, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള പാട്ടുകൾ കൂടുതൽ പഠിക്കണമെന്ന് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ ഹാർമണി, ഒരു സാമൂഹിക സഹവർത്തിത്വം നിലനിൽക്കുന്ന സന്ദേശം നൽകുന്ന, ഇപ്പോഴത്തെ കാലത്ത് ജാതിയുടെ മതത്തിൻ്റെയും പേരിൽ മനുഷ്യരിങ്ങനെ ഭിന്നിച്ചു പോകുമ്പോൾ നമുക്ക് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇത്തരം ഒരു ചിന്ത അതിലൂടെ നൽകാൻ കഴിയുമെന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് അല്ലാതെ ഈ മലയാള പാട്ടിൻ്റെ ഈ ഗാനശാഖയിലെ ഏതായിരുന്നു കൂടുതൽ അശ്വിയയ്ക്ക് പാടാനിഷ്ടം? ലൈക്ക് ഗസലായിരുന്നോ, മാപ്പിളപ്പാട്ടായിരുന്നോ, ലളിതഗാനമായിരുന്നോ, ശാസ്ത്രീയ സംഗീതമായിരുന്നോ, എന്തായിരുന്നു? ഞാൻ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടും. AR റഹ്മാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ് ഇപ്പം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട്. എല്ലാ പാട്ടുകളും പാടും. മാപ്പിളപ്പാട്ട് അങ്ങനെയില്ല. മാപ്പിളപ്പാട്ട് അതുപോലെ എല്ലാ സിനിമാ പാട്ടും, എല്ലാ പാട്ടും, ഗസൽ അതുപോലത്തെ എല്ലാ പാട്ടും പാടും.
അപ്പോൾ ഈ അന്ന് പഠിക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ സമ്മാനം കിട്ടാൻ വേണ്ടി പാടിയ മാപ്പിളപ്പാട്ട് ഏതായിരുന്നു? സ്കൂളിൽ പാടിയ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മൊളീന്നേൽ എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ പ്രൈസ് വാങ്ങിയത്. ആ പാട്ടൊന്ന് പാടി. മുഴുതടൽ കാളം തന്നിൽ മലിക്കത്തിനിടം മുന്നിൽ അരുൾപ്പടയ തൃപ്പം ചിണ്ടാനേ. മുഴുതടൽ കാളം തന്നിൽ മലിക്കത്തിനിടം മുന്നിൽ അരുൾപ്പടയ തൃപ്പം ചിണ്ടാനേ. ചെണ്ട് നിന്റെ അണി കണ്ട് കൊണ്ട് കിണി കൊണ്ട് മാതിടര ബിണ്ടാനെ ബിണ്ട് കണ്ടാനെ കണ്ടു ബേന്തവുന് കണ്ടനുണ്ട തനമുണ്ടാമേ. മധുമൊളിയായി കതിരൊളിയായി തരളിത മധുരിത മതിരക പതിയതി ചോദിയോതി പാടി ബദരിതു സാരം പൊരുളിശലാൽ അത് സാബടലേശിടലായി മൊളിയുന്നൽ കഥരാവികൾ തളം ആഹ് സബൂരെളിത്തര സുഹൃതരിലേറെ കരം ചേരും മുഷിരതിനാൽ തതിയോതു മികലതിനാൽ മതിനിധിയാതി ചോദിയോതി ചോദർ മതി വരും അത് കൊതിയാ. വെരി ഗുഡ്. ഈ ഇപ്പം നിങ്ങളൊക്കെ പാടുന്ന കാലത്തിൻ്റെ പാട്ടുകൾ ഇതൊരു പക്ഷേ ഒറിജിനലി ഈ മലബാറുമായി ബന്ധപ്പെട്ട മാപ്പിളപ്പാട്ടിൻ്റെ ഒരു സംഗതിയായിരിക്കും. നമ്മളൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ നമ്മളൊക്കെ കേട്ടുള്ള ഈ ഉണ്ട് സഖി ഒരു കുല മുന്തിരിയൊക്കെ ഒട്ടകങ്ങൾ വരി വരി വരിയായി എന്നൊക്കെ പറഞ്ഞ പാട്ടുകളാണ് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ കാലം മുന്നോട്ട് സഞ്ചരിച്ചപ്പം വേറൊരുപാട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഈ ദേശങ്ങൾ തമ്മിലുള്ള അകലം ഇല്ലാതായല്ലോ, സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ആയപ്പോഴത്തേക്ക്. അപ്പോൾ പാട്ടുകൾ കൂടുതൽ പഠിക്കാനും അതൊക്കെ ആയിട്ട് പറ്റും. ഈ ഗസലുകളും ശ്രദ്ധിക്കാറുണ്ടോ? ഇന്നത്തെ കാലത്ത് ഈ പാടാൻ പോകുമ്പോൾ ആളുകളിൽ കൂടുതൽ താല്പര്യം ഏത് ടൈപ്പ് പാട്ടുകൾക്കാണ് അശ്വിക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ കൂടുതലും എന്താ പറയാ, അടിച്ചുപൊളി പാട്ടുകൾക്കാണ്. ഫാസ്റ്റ് ട്രാക്ക് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. അതെ, ഗസലുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അശ്വിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസൽ എന്ന് പാടിയ ഏതെങ്കിലും? इश्क के मिसराब से नगमाए तारे हयात, इश्क से नूरे हयात, इश्क से नारे हयात. ए हर में कर तुबा इश्क से तेरा वजूद, इश्क सरापा दमाम जिसमें नहीं रफ कुबूद. रंग हो या खीश हो संग चंग हो या हर फसाद. ഇതാണ് ഈ നമ്മളൊരു വേദിയിലൊക്കെ പാടാൻ ചെല്ലുമ്പോൾ ഈ കാണികൾ, നമ്മളെ കേൾക്കുന്നവർ, അവരെങ്ങനെ പെരുമാറുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഈ ഡയസിൽ നിന്ന് വായിച്ചെടുക്കുക. ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറയുന്നത് പോലെയോ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതി എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ആൾക്കാരെ സപ്പോർട്ട് ഇല്ല എന്ന് തോന്നുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും ശരിക്കും പറഞ്ഞാൽ. എന്നാൽ അവർ കൈയടിച്ച് അല്ലെങ്കിൽ ഒരു ചിരി മതി നമുക്ക് നമ്മുടെ ഫേസ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ പ്രോത്സാഹനമാണ് ശരിക്കും കലാകാരന്മാർക്ക് വേണ്ടത്, പ്രോത്സാഹനമല്ലേ. അതുപോലെ കാണികൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടാവുമ്പോൾ ഈ നമ്മൾ ഇപ്പം ഈ മലയാളം പാട്ടുകൾ പാടുന്നു, അത് കഴിഞ്ഞിട്ടിപ്പം തമിഴ് പാട്ടോ അല്ലെങ്കിൽ ഉറുദുവോ ഹിന്ദിയോ ഒക്കെയുള്ള ഗസലുകളൊക്കെ നമ്മൾ പാടുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തെല്ലാം തരത്തിലുള്ള ഈ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ സ്ലാങ് അതൊക്കെ നമ്മൾ റിഫൈൻ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ചെയ്യും? ഒരു പ്രാക്ടീസ് എന്നുള്ള നിലയിൽ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? ശരിക്കും പറഞ്ഞാൽ പാട്ട് ഒരു എന്താ പറയുക 50 തവണ കൂടുതൽ കേൾക്കണമെന്നാണ്. എന്നാലേ അതിൻ്റെ കുറ്റങ്ങളും അതുപോലെ തന്നെ അർത്ഥങ്ങളും എല്ലാം മനസ്സിലാവത്തുള്ളൂ. ഒരുപാട് തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ ഓരോ സംഗതികളും എടുത്തെടുത്ത് നമ്മൾ പഠിക്കണം. സംഗതികളുണ്ടല്ലോ അതിൽ, ഓരോ സംഗതികളും കറക്റ്റ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. ഇപ്പോൾ അശ്വി ഒരാഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു നാടൻ പശ്ചാത്തലത്തിലൊക്കെ പാടി വന്നതിന് ശേഷം ഇപ്പോൾ സംഗീത കോളേജിൽ
ചേർന്നു എന്ന് പറഞ്ഞു. ക്ലാസ്സൊക്കെ തുടങ്ങിയ. അപ്പോൾ ഈ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പാരമ്പര്യമായി അല്ലെങ്കിൽ നമ്മൾ കേട്ടു വന്ന വളരെ നമ്മുടെ ടാലൻറ്റ് മാത്രം അടിസ്ഥാനമാക്കിയുള്ള ആ ഒരു സ്കില്ലിൽ നിന്ന് ഒരു ട്രെയിൻഡായിട്ട് എത്തുമ്പോഴേക്ക് അതിലുള്ള ആ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മീൻസ് എന്തൊക്കെയാണ് അശ്വയ്ക്ക് തോന്നിയിട്ടുള്ളത്? ഞാൻ ഇന്നലെ കൊള്ളിൽ പാടി വന്നതിൽ നിന്ന് ഈ ക്ലാസ് റൂമിലേക്ക് സംഗീതം പഠിക്കാൻ എത്തിയപ്പോൾ ഉണ്ടായി എന്ന് തോന്നുന്നത്? അവിടെ ചെന്നപ്പോൾ കൂടുതലും നമുക്ക് കുറേ എക്സസൈസസും അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നീട് ഒരു സംഗതി എങ്ങനെ ഇപ്പം നമുക്ക് ഒരു പാട്ടിൽ ഈ സംഗതി ഇപ്പോൾ ഒരു കോമഡിയാണ് എല്ലാവർക്കും. കാരണം ഇല്ലേ, നമ്മുടെ ഈ എന്താ പറയുന്നത്, ഈ സ്റ്റാർ സിംഗറൊക്കെ വന്നിട്ടേ ആ സംഗതി പോയി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമഡി സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ സംഗതി എന്ന് പറയുന്നത്. എന്താണ് ആ സംഗതി എന്ന് പറയാമോ? സംഗതി എന്ന് പറഞ്ഞാൽ ഓരോ നോട്ടിലും അതിൻ്റെതായിട്ടുള്ള ഈണങ്ങൾ ഉണ്ടാവില്ലേ. ചില ഈണങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതായിരിക്കും. അത് ശരിക്കും നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് തൊണ്ടയിൽ വരുത്തുള്ളൂ. ഓക്കെ, ആ ശബ്ദം വരുള്ളൂ. മീൻസ് ആ മ്യൂസിക് നമ്മുടെ തൊണ്ടയിൽ അത് വഴങ്ങുള്ളൂ. അതെ അതെ. അപ്പോൾ പ്രാക്ടീസിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ പ്രാക്ടീസാണ് മെയിനായിട്ടും വേണ്ടത്. അവരത് പറഞ്ഞു തരും നമുക്ക്. അത് പറഞ്ഞു തരും. അങ്ങനെ ആ പ്രാക്ടീസിലൂടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതിപ്പം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പഠിക്കാൻ പോകുമ്പോൾ അതിൽ നിന്നത് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് വെച്ച് സംസാരിച്ചപ്പോൾ പരാമർശിച്ചിരുന്നു, ഈ AR റഹ്മാനെ പരാമർശിച്ചിരുന്നു. AR റഹ്മാൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, നിങ്ങളുടെയൊക്കെ ജെൻസി കാലഘട്ടത്തിന് മാത്രം അവകാശപ്പെട്ട ഒരാളല്ല AR റഹ്മാൻ. ഞങ്ങളുടെയൊക്കെ വൃദ്ധ കാലഘട്ടത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. കാരണം AR റഹ്മാൻ ഇങ്ങനെ എന്താ പറയുന്നത്, ജനറേഷൻ ഗ്യാപ്പ് വരാതെ അന്നേ ഒപ്പം സഞ്ചരിച്ചു വരുന്ന ഒരു. അതുകൊണ്ട് എനിക്ക് AR റഹ്മാനെ കുറിച്ച് കേട്ടപ്പം എനിക്കൊരു കൗതുകം തോന്നി. AR റഹ്മാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഏതാണ് അശ്വിയ പാടാറുള്ളത്? ഞാൻ കൊഞ്ചം നിലവ് എന്ന് പറയുന്ന പാട്ട് പാടും. പിന്നെ അതുപോലെ തന്നെ മയ്യ മയ്യ എന്ന് പറയുന്ന ഒരു സോങ്. അങ്ങനെ കുറച്ച് പാട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 4 വരിയൊന്നും. ഇത് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതുകൂടി പാച്ചപ്പ് ചെയ്യാൻ കഴിയുന്ന പാട്ട് പാടിയാ. வெள்ளை தங்கத்தால் செய்த உடல், வெள்ளை தங்கத்தால் செய்த உடல், உன் காதலே தானே, காதல் தானே ஆனதே. ഇപ്പോൾ ഒരു സംഗീത വിദ്യാർത്ഥിയായി തുടങ്ങി അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. ഈ സെഗ്മെൻറ്റിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ അശ്വയുടെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം? ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ മുന്നോട്ട് സഞ്ചരിച്ച് എവിടം വരെ പഠിക്കണം, എന്തുവരെ എത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഒരുപാട് പഠിക്കണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക, അതാണ് ആഗ്രഹം. പിന്നീട് എൻ്റെ കോളേജിൽ തന്നെ ഒരു ജോലി വാങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. മ്യൂസിക് ടീച്ചറായിട്ട്. ഇപ്പോൾ ടീച്ചറായിട്ട് അങ്ങ് ഒതുങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എൻ്റെ പ്രൊഫഷണൽ പോലെ ഞാനിങ്ങനെ പാടി നടക്കും. പാടി സഞ്ചരിക്കണം. ഈ പാട്ട് പാടിയൊക്കെ നമ്മൾ ആ പാട്ടിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാട്ടുകാരിയായിട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ലേ? ഫുഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിലത് സ്പെസിഫിക് ആയിട്ട് ഒഴിവാക്കാനൊക്കെ പറയും. അതെ. ഐസ്ക്രീം, തണുത്ത വെള്ളം അതൊന്നും കുടിക്കാൻ പറ്റത്തില്ല. കാരണം തൊണ്ടയ്ക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ചിക്കനൊക്കെ കഴിക്കാം ചൂടായതുകൊണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഈ കരിയർ അല്ലെങ്കിൽ ഈ പ്രൊഫഷനൊക്കെ ആയി നടക്കുമ്പോൾ നിരാശ തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ, നമ്മൾ ചിലപ്പോൾ ഞാനങ്ങ് കരഞ്ഞുപോയി, എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായതെന്ന് വെച്ചാൽ, ഇപ്പം സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ ആൾക്കാരുടെ പ്രോത്സാഹനം ഇല്ലാതെ ആരും കൈയടിക്കാതൊക്കെ വരുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ആരെങ്കിലും നമ്മളെ നോക്കിയിട്ട് പുച്ഛഭാവം എന്തെങ്കിലും കാണിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന്, എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, പെട്ടെന്ന് ഞാൻ കരയും. ഇപ്പൊ കരയാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ കരയാൻ തോന്നുന്നില്ല. അപ്പം അങ്ങനെ പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. ഈ പാട്ട് പാടുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഈ നമ്മൾ കണ്ണുകൾ കൊണ്ട് ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. കണ്ണുകൊണ്ട് തന്നെ, അതായത് ആരുടെയും മുഖത്ത് ഫോക്കസ് ചെയ്യാതെ
എല്ലാവരെയും നമ്മൾ നോക്കുന്നു എന്ന് തോന്നും, പക്ഷേ നമ്മളാരെയും കാണുന്നില്ല എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ലയിച്ച് ചേർന്നാൽ ഈ പുച്ഛഭാവവും അതും ഇതൊന്നും നമ്മൾ ചിലപ്പോൾ അത്രമേൽ നമ്മൾ കണ്ടു എന്ന് വരില്ല, അല്ലെ കാണാതെ വരില്ല. പ്രത്യേകിച്ച് അത് മാത്രമല്ല, ഇപ്പോൾ പ്രസംഗിക്കുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ആ ഫീല് കിട്ടിയില്ലേ നമുക്ക് എപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ പാട്ട് പാടുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭംഗിയും ആ താളവും ആ സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അത് വല്ലാത്തൊരു സങ്കടവും വിഷമവും ഒക്കെ ആയി മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നീട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കരോക്കെ സ്റ്റോപ്പ് ആവുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ശബ്ദം കുറയ്ക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് ഔട്ടായി പോകും. അല്ലെങ്കിൽ ഇപ്പോൾ സൗണ്ട് അവർ വെച്ചത് കറക്റ്റ് ലെവലിലല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് മോണിറ്ററിൽ കറക്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഇതായിപ്പോവും. ഈ മനുഷ്യൻ പിന്നെ സംഗീതവും ഓർക്കസ്ട്രേഷനും നടത്തുകയും കരോക്കെ ഇടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ എന്നെപ്പോലുള്ളവർക്കൊക്കെ തോന്നുന്നൊരു പ്രശ്നമുണ്ട്. ചിലതൊരു ചെറിയ നോട്ടിലൊക്കെ ഒരു വ്യത്യാസം വന്നാൽ അത് പിന്നെ ഓടിപ്പിടിക്കാൻ പാടായിട്ട് വരും. ഇരിക്കുന്നവർ കിഴയുന്ന പോലെ തോന്നും. ഈ അടിക്കാൻ ആളിരുന്നാൽ അവർ കൂടെ അതിൻ്റെ അടിച്ചങ്ങ് കയറും. അങ്ങനെ പ്രശ്നം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇടയ്ക്ക് ഒരു തവണ ഞാൻ ആദ്യമായിട്ട് പാടുന്ന സമയത്തൊക്കെ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. പിന്നീട് സ്ഥിരം ഇപ്പം ഇൻസ്ട്രുമെന്റ്സിൽ പാടി ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ആ ഒരു സമയത്ത് പാടായിരുന്നു. നല്ല പാടായിട്ട് തോന്നിയിട്ടുണ്ട് ഓർക്കസ്ട്രയിൽ പാടുമ്പോൾ ആദ്യമൊക്കെ. പിന്നീട് പാടിപ്പാടി ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം എനിക്ക് ഓർക്കസ്ട്ര ഭയങ്കര ഇഷ്ടമാണ് പാടുന്നത്, പെർഫോം ചെയ്യുന്നത്. ഈ പബ്ലിക് ഫംഗ്ഷനൊക്കെ ഇപ്പോൾ പ്രോഗ്രാമുകൾക്കൊക്കെ വിളിച്ചാൽ അശ്വിയെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും. ഏതൊക്കെ ടൈപ്പിലെ പ്രോഗ്രാമുകൾക്കാണ് സാധാരണ വിളിക്കാറുള്ളത്? എനിക്കങ്ങനെ വലുത് ചെറുത് എന്നൊന്നുമില്ല, ഞാൻ എല്ലാ പ്രോഗ്രാമിനും പോകും. ഇപ്പോൾ പൊതുവിൽ കല്യാണ വീടുകളിലൊക്കെ അല്പം സംഗീതവും പാട്ടും ഒക്കെ ഇല്ലേ? തീർച്ചയായിട്ടും. അവിടെയും പോകാറുണ്ട്. ഈ കാശൊക്കെ ബാങ്കിൽ ഇടുന്നുണ്ടോ? പബ്ലിക് ഫംഗ്ഷനുകളൊക്കെ എവിടെയാണ് കൂടുതലും പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ള? എവിടെ അശ്വിയ? വേറെ ഏതൊക്കെ ജില്ലകളിലാണ് നമ്മുടെ നാട് വിട്ട്? നാട് വിട്ട് ഒരുപാട് ജില്ലകളിൽ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൗദിയിൽ പ്രോഗ്രാം ചെയ്തില്ലേ, പിന്നെ ഞാൻ ജിദ്ദയിൽ പ്രോഗ്രാം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദമാമിൽ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മലബാർ സൈഡിലൊക്കെ പ്രോഗ്രാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അതിലിപ്പോൾ അശ്വിയ പ്രത്യേകിച്ചൊരു ചിന്ത, എനിക്കറിയില്ല അശ്വിയയുടെ കാര്യം എങ്ങനെയാണെന്ന്. പൊതുവിൽ നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മുടെ നാട്ടിലുള്ള പരിപാടികളിൽ വളരെ കുറച്ച് മാത്രമേ നമ്മളെ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഈ പബ്ലിക് ഫംഗ്ഷൻ എന്നെ വിളിച്ചാലും സംഗീതത്തിന് അശ്വിയായി വിളിച്ചാലും ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ. രണ്ട് കാര്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവൾ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യേണ്ട എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഇവിടെ ഞങ്ങളൊക്കെ മതി. മണമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ ഇപ്പോൾ അവളങ്ങ് ഇവർക്കറിയാം മണമൊക്കെ ഉണ്ട് എന്നുള്ളതറിയാം. അങ്ങനെ ഞങ്ങളത് പിച്ച് തലയിൽ ചൂടി നടന്ന് അങ്ങനെ ഈ പൂവ് സൂയിക്കണ്ടെന്ന് പറയത്തില്ലേ, അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ് അതൊക്കെ. പിന്നെ ഇതെല്ലാം അതിജീവിച്ചവരാണ് ഈ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളൊക്കെയും എന്നുള്ളത് കൊണ്ട് അതിനെയൊക്കെ ഒരു ലേണിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നെ സ്വാഭാവികമായി നാട്ടിൽ നിന്നെങ്ങും അങ്ങനെ ഒരു പ്രയാസപ്പെടുത്തലോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സാധാരണ അത് ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, പ്രത്യേകിച്ച് ഇങ്ങനെ ആളുകൾക്കിടയിൽ പറയും, ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഈ പെൺകുട്ടിയെ അടച്ചൊതുക്കി പെൺകുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പെൺകുട്ടികൾക്കൊക്കെ ഇരട്ടച്ചങ്കും ആൺകുട്ടികൾക്കൊക്കെ പൊട്ടച്ചങ്കുമാണെന്നാണ് തോന്നിയിട്ടുള്ളത് ഈ സമുദായത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത ആ കാര്യം ചോദിച്ചത്. പിന്നെ ഈ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ റമദാനാണ് വരുന്നത്. ഒരുപക്ഷെ ഈ സംപ്രേഷണം ചെയ്യുമ്പോൾ ചിലപ്പോൾ റമദാൻ ആയെന്നും വന്നേക്കാം. ഈ റമദാൻ്റെ സന്ദർഭമാകുമ്പോൾ പൊതുവിലെ ആളുകൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുമ്പോൾ ഒരു കെറുവൊക്കെ ഉണ്ട് ഈ വിശന്നിരിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടില്ലേ? ഉച്ചവരെ ഒരു പിണക്കമൊക്കെയാണ്. 4 മണി കഴിഞ്ഞാൽ ഒരു ചിരിയൊക്കെ വരുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സന്ദർഭത്തിൻ്റെ ഒരു സംഗതിയും ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും, ഇപ്പം നേരത്തെ പാടിയ പാട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താ പറയുക, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഞാനത് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഉള്ളൂ. ഉണ്ടകളിൽ ഇന്ത്യ, ഉണ്ടകൾ മണ്ടി എന്നൊക്കെ പറഞ്ഞാലൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇങ്ങനെ കൊള്ളാം. നമ്മൾ സായിപ്പ് പറഞ്ഞത് എന്തെന്നാൽ, ഇവിടുത്തെ ബാനു പണ്ടൊരാളിനെ ട്രാൻസ്ലേഷന് വിളിച്ചു. സായിപ്പിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അടുത്തുള്ള ഒരു സാറിനെ വിളിച്ചു. അപ്പോൾ സാറിന് ആരോടും പറയാൻ കഴിയില്ല ഈ സാറിന് ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളാണ്. സായിപ്പ് അങ്ങോട്ട് കയറി നിന്ന് ഈ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായതുമില്ല. പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ നോക്കിയപ്പോൾ ഈ സായിപ്പ് ഇങ്ങനെയൊക്കെ നോക്കുന്നല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, സായിപ്പ് പറഞ്ഞത് എന്തെന്നാൽ ആകാശവും മാനവും വായുവും ഒക്കെ ഇവിടുത്തെ വളരെ ശുദ്ധമാണെന്നാണ് സായിപ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ ഞാൻ അശ്വിയെ പാടിയപ്പം ഞാൻ കേട്ടുകൊണ്ടിരുന്നത്.
എനിക്കൊന്നും മനസ്സിലായില്ല അതെന്തുവാന്ന്. ഇടയ്ക്ക് വെച്ച് മാപ്പിളപ്പാട്ടുകളെക്കുറിച്ച് വിമർശനം തന്നെ ഉണ്ടായിരുന്നു. ഈ ഇണ്ടലും മണ്ടിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിനകത്തെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വാചകങ്ങൾ പറയുന്നതല്ല അതിൻ്റെ മീനിങ് എന്തുവാന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാനത് മാപ്പിളപ്പാട്ടിനെ എഴുത്തുമല്ല, അത് ഭംഗിയായിരിക്കും, അതിൻ്റെ മീനിങ് ഉണ്ടാവും, എനിക്കറിയാത്തതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടിയാൽ ഒരു ഭംഗിയുണ്ടായിരുന്നു. ആ മക്കാ നഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്കാ നഗരമേ കരയൂ, മക്കാ നഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്കാ നഗരമേ കരയൂ. സാധു നഗരിയിൽ തീമഴ പെയ്തൊര ദേവശാപം നിനക്കോർമ്മയില്ലേ? സാധു നഗരിയിൽ തീമഴ പെയ്തൊര ദേവശാപം നിനക്കോർമ്മയില്ലേ? ആദിസമൂദിനെ കീഴ്മയിൽ മറിച്ചൊര ആത്മീയ ഗുരുവിനെ നീ വെടിഞ്ഞു, മക്കാ നഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്കാ നഗരമേ കരയൂ. തൗഹീദിൻ സാന്ത്വന ഗീതം പാടിയ റബ്ബിൻ്റെ ദൂതനെ നീ വെടിഞ്ഞു, തൗഹീദിൻ സാന്ത്വന ഗീതം പാടിയ റബ്ബിൻ്റെ ദൂതനെ നീ വെടിഞ്ഞു, മാനവ സ്നേഹം വിളംബരം ചെയ്തൊര ആത്മീയ ഗുരുവിനെ നീ വെടിഞ്ഞു, മക്കാ നഗരമേ കരയൂ, കഅബതൻ നഗരമേ കരയൂ, നിൻ മാനസപുത്രൻ പോവുകയായി, മക്കാ നഗരമേ കരയൂ. വെരി ഗുഡ്. താങ്ക് യു. കുടുംബം പറഞ്ഞില്ല. വാപ്പ, വാപ്പി, ഉമ്മി, രണ്ടനിയന്മാർ, ഞാൻ. വാപ്പ എന്ത് ചെയ്യുന്നു? വാപ്പി ഇപ്പോൾ അക്ഷയ സെൻറ്റർ നടത്തായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ പ്രോഗ്രാം ഈവൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യും. അനിയന്മാർ ഒരാൾ +1, ഒരാൾ ഇപ്പോൾ 3 പഠിക്കുന്നു. ഉമ്മി ഫാർമസിസ്റ്റാണ് ഈ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. ഈ വാപ്പയും ഉമ്മയും ഈ അശ്വിയയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു 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 സ്ട്രെയിനിനെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ടോ? തീർച്ചയായിട്ടും. വാപ്പി ഉമ്മയാണ് എൻ്റെ സപ്പോർട്ട്. എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വാപ്പി ഉമ്മയും തന്നെയാണ്. ശരിക്കും അവരുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തിയത് തന്നെ. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും. പിന്നെ
ഇപ്പം എനിക്ക് പ്രോഗ്രാമിന് പോകാനായാലും എല്ലാ കാര്യത്തിനും ഉമ്മയും വാപ്പയും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതും. എല്ലാ സപ്പോർട്ടും വീട്ടുകാർ തന്നെയാണ്. അവരോട് അശ്വിയയ്ക്കുള്ള കമ്മിറ്റ്മെൻറ്റ് എന്താണെന്ന് അശ്വിയ വിചാരിക്കുക? തീർച്ചയായിട്ടും എനിക്കെല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഉമ്മയും വാപ്പയും തന്നിട്ടുണ്ട്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. നല്ല സപ്പോർട്ടാണ്. അവർക്കെന്നും അഭിമാനം മാത്രം നൽകുന്ന ഒരു മകളായിരിക്കും. തീർച്ചയായും. ആ കമ്മിറ്റ്മെൻ്റ് എന്നും നിലനിർത്തും. തീർച്ചയായും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ തുടക്കം എന്ന് പറയുന്നത് എൻ്റെ റേഡിയോ 91.2 തന്നെയാണ്. ഞാൻ അതിലൊരു മത്സരാർത്ഥിയായിട്ടാണ് ആദ്യം വന്നത്. ഇവിടുന്ന് തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ തന്നെ ഇവിടെ തിരിച്ച് വരാനും പറ്റി. ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ഇവിടുത്തെ റിയാലിറ്റി ഷോയിൽ വന്ന് പാടി തുടങ്ങിയാണ് ഞാനിപ്പോൾ ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം. താങ്ക് യു. പിന്നീട് ഞാൻ റിയാലിറ്റി ഷോ അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ മെയിനായിട്ടും പഠിത്തം തന്നെ ഫോക്കസ് ചെയ്യുക. മ്യൂസിക് ചെയ്യാനല്ലേ. അപ്പം ഒരു ക്ലാസ് പോയാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാം എടുക്കുന്നതായാലും ശനിയും ഞായറും തന്നെ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ റിയാലിറ്റി ഷോയിലായാലും തന്നെ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പഠിത്തം കഴിഞ്ഞ് മതി. ഓക്കെ. നാസിനു ചെയ്ത കടൽ വെള്ളை தங்கத்தில் செய்த உடல் வெள்ளை தங்கத்தில் செய்த உடல் உன் காதலே தானே காதல் தானே ஆனதே நான் முத்தம் தின்பவள் ஒரு முரட்டு பூய்வள் நான் தினமும் தோற்பவள் அந்த ஆடை சண்டையில் நான் முத்தம் தின்பவள் ஒரு முரட்டு பூய்வள் நான் தினமும் தோற்பவள் அந்த ஆடை சண்டையிலே இனி திரையிடும் குரு விளக்கு நீ இடம் சுற்றி பொருள் விளக்கு அட கடவுளை அடையும் வழியில் என் பேர் எழுதிருக்கு மையா மையா நிலாவு வண்ணம் பூசி வைத்துக்குள் மை மை மையா என்னுடலினில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா மையா மையா நிலாவு வண்ணம் பூசி வைத்துக்குள் மை மை மையா என்னுடலினில் ஒளிவிட்ட மலர்களுം പൊയ്യാ പൊയ്യാ. വെരി ഗുഡ്. ഇപ്പോൾ ഒക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ഈ കൂട്ടായ്മകളുടെ കാലമാണ്. പലതരത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. നിങ്ങൾ ഈ കൗമാര ഗായികമാരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടോ? നിങ്ങൾ ഈ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ചിലരൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും അങ്ങനെ നെറ്റ്വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ കോളേജ് തന്നെ മൊത്തത്തിൽ പാട്ടുകാരും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരൊക്കെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ചേർച്ചയാണ്. എല്ലാവരും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായാൽ തന്നെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ പ്രോഗ്രാമിനായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെടുത്തും അങ്ങനെ അത്ര ഈഗോ നിലനിർത്തുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെ ഉള്ളൂ. പിന്നീട് ഞാൻ ഉള്ളൊരു കൂട്ടായ്മയുണ്ട്, കീ ഫ്രെയിംസ് മൾട്ടി സ്റ്റാർസ് എന്ന് പറയുന്ന. അതിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, പാട്ടുകാരുണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുണ്ട്. എല്ലാവരും തമ്മിൽ നല്ല ബോണ്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. വളരെ ദീർഘകാലം ഈ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം മുതൽ ഇതിന്മേൽ പരിശ്രമിച്ചാണ് ഈ അശ്ഫിയ അൻവർ എന്ന് പറയുന്ന ഒരു മകൾ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഈ സഞ്ചാരപഥത്തിനിടയിൽ തുടർച്ചയായി കേരളോത്സവങ്ങളിൽ മികച്ച ഗായിക, സ്കൂൾ യുവജനോത്സവ വേദികളിൽ മികച്ച ഗായിക ഒക്കെയായി മാറിയിട്ടുണ്ട്. സ്റ്റാർ സിംഗർ പോലെയുള്ള അത്തരം സംഗതികളിലേക്ക് കഠിനമായി പരിശ്രമിക്കുന്നതിനപ്പുറം ഈ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഒരു സ്വാഭാവികതയുടെ ഒരിടം സൂക്ഷിക്കാനാണ് അശ്ഫിയ ഇഷ്ടപ്പെടുന്നതെന്നാണ് നിങ്ങളെപ്പോലെ ഞാനും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രാർത്ഥനയും അവസരവും പ്രോത്സാഹനവുമൊക്കെ നൽകേണ്ടത് സമൂഹമാണ്. പിന്തുണ നൽകേണ്ടത് നമ്മളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ അശ്ഫിയ സൂചിപ്പിച്ചതുപോലെ ഒരു വേദിയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ അതിന് സാക്ഷിയാവുമ്പോൾ ഒരു കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഒരു നല്ല ചിരി,
അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യം. ഇപ്പോഴത്തെ കാലത്ത് കേരളത്തിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള സംഗതിയാണ് ഈ ചിരിയൊക്കെ. എന്ന് മാത്രമല്ല, അങ്ങനെ ചിരിക്കുന്നവനെ കൊലച്ചിരിയെന്നും അല്ലാത്ത ചിരിയെന്നും ചതിച്ചിരിയെന്നും അട്ടഹാസ ചിരിയെന്നും ഒക്കെ വിളിക്കുന്നത് കേൾക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. എന്നിട്ട് ഞാൻ ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചെറിയ പുഞ്ചിരിയോടെ, പ്രാർത്ഥനയോടെ, കരുതലോടെ പ്രാർത്ഥിക്കാം. ഉയരങ്ങൾ കീഴടക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ ആ മാതാപിതാക്കളോടും ആ ചുറ്റുപാടുകളോടുമൊക്കെയുള്ള കമ്മിറ്റ്മെൻറ്റ് നിലനിർത്തി നന്നായി വളർന്നു വരട്ടെ. താങ്ക് യു മോളെ. താങ്ക് യു. ഒരുപാട് പ്രാർത്ഥനകൾ, പിന്തുണ.